തിരുപ്പതി ദർശനം കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന പ്രസാദമായ നല്ല നെയ്യിൽ കുഴച്ച ലഡു വാങ്ങിക്കാത്തവരായും കഴിക്കാത്തവരായും ആരും തന്നെ ഉണ്ടാകില്ല. നല്ല ടേസ്റ്റ് ആണല്ലേ? പക്ഷേ കഴിച്ചത് നെയ്യിൽ കുഴച്ച ലഡു അല്ല, ആനിമൽ ഫാറ്റ് ആണ്. ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഈ ലഡുവിൽ മൃഗക്കൊഴുപ്പ്, പോർക്ക് കൊഴുപ്പ്, ഫിഷ് ഓയിൽ എല്ലാമാണ് പ്രധാന ഇൻഗ്രീഡിയൻസ്. ഒരു തുള്ളി പാലോ വെണ്ണയോ സ്റ്റോർ ചെയ്യാത്ത ഫാമാണ് തിരുപ്പതിയിലേക്ക് നെയ്യ് എത്തിച്ചത്. എന്ന് വെച്ചാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ നടന്നത് 250 കോടിയുടെ തട്ടിപ്പാണ്. എന്താണ് തിരുപ്പതി ലഡു വിവാദം? 2024 സെപ്റ്റംബറിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ പരാമർശമാണ് കോൺട്രവേഴ്സിയുടെ തുടക്കം. മുൻ ഭരണകാലത്ത് ലോ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസും ആനിമൽ ഫാറ്റും ഉപയോഗിച്ചാണ് ലഡു ഉണ്ടാക്കിയിരുന്നതെന്നും എന്നാൽ ഇവർ അധികാരത്തിൽ വന്ന ശേഷം ശുദ്ധമായ നെയ്യ് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുമായിരുന്നു നായിഡുവിന്റെ വാദം. എന്നാൽ അതിനെ തിരിച്ചടിച്ച് ജഗൻമോഹൻ റെഡ്ഡിയും. വാദങ്ങളും വിവാദങ്ങളും നിലനിൽക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. TTDയിലേക്ക് ഗീ സപ്ലൈ ചെയ്ത കമ്പനി കഴിഞ്ഞ 5 വർഷമായി ഒരിടത്ത് നിന്നും പാലും വെണ്ണയും സംഭരിച്ചിട്ടില്ല എന്നും പാല് സംഭരിക്കാതെയാണ് ക്ഷേത്രത്തിലേക്ക് 250 കോടി രൂപയുടെ 68 ലക്ഷം കിലോഗ്രാം നെയ്യ് സപ്ലൈ ചെയ്തതെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി തട്ടിപ്പ് നടന്നതെങ്ങനെ? 2019 മുതൽ 2024 വരെ ഭോലെ ബാബ ഡയറിയുടെ പ്രൊമോട്ടർമാരായ പോമിൻ ജെയിൽ, വിപിൻ ജെയിൽ ഇവർ ആദ്യം ഒരു വ്യാജ നെയ്യ് യൂണിറ്റ് സ്ഥാപിക്കുകയും പാൽ സംഭരിച്ചതിന്റെയും പണം നൽകിയതിന്റെയും വ്യാജരേഖകൾ നിർമ്മിക്കുകയും ചെയ്തു. എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് വ്യാജ നെയ്യ് എത്തിച്ചു. CBI ഇൻവെസ്റ്റിഗേഷനിൽ ഭോലെ ബാബ ഡയറിയെ 2022 തന്നെ ബ്ലാക്ക് ലിസ്റ്റഡ് ചെയ്തതാണ്. എന്നിട്ടും അവർ TTDയിലേക്ക് ഫേക്ക് ഗീ സപ്ലൈ തുടരുകയായിരുന്നു. 300-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ അവസ്ഥയാണ് ഇത്. അങ്ങനെയാണെങ്കിൽ പഴമയുടെ കഥ പറയാനുള്ള മറ്റു പലതിന്റെയും അവസ്ഥ എന്തായിരിക്കും? കമന്റ് യുവർ ഒപ്പീനിയൻ.